ഹായ് ഓൾ. അപ്പോൾ നമ്മളിത് നോക്കാൻ പോകുന്നത് ഞാൻ പർപ്പിളിൽ നിന്ന് കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഓർഡർ ചെയ്തു. അപ്പം ഓർഡർ ചെയ്ത പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. പക്ഷേ പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് ഓർത്തു. അപ്പോൾ പർപ്പിളിൻ്റെ സമ്മർ സെയിൽ നടക്കുവാണ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഓർഡർ ചെയ്ത കുറച്ച് പ്രൊഡക്ട്സ് ആണ്. ഇതിന് ഇത്രയും കൂടെ എനിക്ക് 1200 300 ആ ഒരു റേഞ്ചിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഡക്ട്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് സിമ്പിളിൻ്റെ മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് പർച്ചേസ് ആണ്. ഞാനിത് ഫസ്റ്റ് തവണ ഒരു വട്ടം വാങ്ങിയിരുന്നു, ഒരു 6 മന്ത്സ് മുമ്പായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ റീപർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് ജസ്റ്റ് നോക്കാം. ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഞാനിത് നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നൊരു ഫോമുലയാണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ്ഡ് ആയിട്ട് നല്ല സ്മൂത്തായിട്ട് പോകുന്ന ഒരു മോയ്സ്ചറൈസറാണിത്. നമുക്ക് കോമ്പിനേഷൻ സ്കിന്നായാലും ഓയിലി സ്കിന്നായാലും എന്തായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് 350 330 സംതിങ് ആണ് വന്നിരിക്കുന്നത് 125 ml. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പ്രോ വിറ്റാമിൻ B5 വിറ്റാമിൻ ഇ ഇതൊക്കെ നന്നായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിന്നാണ്, നിങ്ങളൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് തപ്പി നടക്കുന്നതെങ്കിൽ മസ്റ്റ് ബൈ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. സിമ്പിളിൻ്റെ മോയ്സ്ചറൈസർ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യുക. അടുത്ത പ്രൊഡക്റ്റ് പ്ലമ്മിൻ്റെ ഫേസ് വാഷാണ്. ഇതും എൻ്റെ സെക്കൻഡ് പർച്ചേസ്, സെക്കൻഡ് അല്ല തേർഡ് പർച്ചേസാണ്. ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 75 ml ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്തു. 150 ഒരു ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്തു. ഇതിൻ്റെ തേർഡ് പർച്ചേസാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നിയാസിനമൈഡിൻ്റെ ഒരു ടെക്സ്ചർ വരുന്ന ഒരു ഫേസ് വാഷാണ്. ഇത് ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്ന 100 ml ആണ്. ഇതിന് റേറ്റ് 260 സംതിങ് ആണ് എനിക്ക് ഓഫറിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ പറയാനാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സ്കിന്നിലെ ഇമ്പ്യൂരിറ്റീസ് പോകും, ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് നല്ലൊരു പ്രൊഡക്റ്റാണ് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ നിയാസിനമൈഡ് ബ്രൈറ്റ് ഫേസ് വാഷ്. അപ്പോൾ നിങ്ങൾ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് സ്കിന്നിൻ്റെ ടെക്സ്ചർ ഒന്ന് മാറ്റണം, നിങ്ങളുടെ സ്കിന്ന് കുറച്ച് ഡള്ളായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ചെയ്ത് വാങ്ങാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ് പ്ലമ്മിൻ്റെ ഈ പ്രൊഡക്റ്റ്. അടുത്ത ഞാൻ നോക്കുന്നത് ഒരു ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഒരു ബീട്രൂട്ട് ഫേസ് മാസ്ക് ആണ്. ഇത് നമുക്ക് സ്കിന്നിനും ഹെയറിനും യൂസ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ സാഷേ പാക്കറ്റ്സ് 10 റുപ്പീസിൻ്റെ ഇതിന് മുമ്പ് വാങ്ങി യൂസ് ചെയ്ത് ഇതിൻ്റെ ഫാനായിട്ടുള്ള ഒരാളാണ്. ഞാൻ നോർമലി ഇതിന് വാട്ടറായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ കേർഡായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് എനിക്ക് 100 ആണെന്ന് തോന്നുന്നു റേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് പറയാം. ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് അടിപൊളിയാണ്. അടുത്തത് വരുന്നത് എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആണ്, അതുപോലെ തന്നെ ഹെയർ ഫോളൊക്കെ കൂടുതലായിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ യൂട്യൂബിൽ വേറെ റിവ്യൂസൊക്കെ കണ്ടപ്പോൾ ഈ ആംല റീത ഷിക്കായയുടെ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഹെയർ മാസ്ക് നല്ലതാണെന്ന് കേട്ടു. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അടുത്തത് വരുന്നത് വാസലിൻ്റെ ഒരു ലിപ് തെറാപ്പി എന്ന് പറയുന്ന ഒരു കൊക്കോ ബട്ടർ ഒരു ലിപ് ബാമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ ടെക്സ്ചർ നല്ലതാണ്, ഇതിൻ്റെ മണം എന്ന് പറയുന്നത് നല്ലൊരു കോക്കനട്ട് കൊക്കോ ആ ടൈപ്പിലൊരു സ്മെല്ലാണ്. പിന്നെ ഇത് യൂസ് ചെയ്താൽ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷന് ഡ്രൈനെസ് ഒക്കെ മാറുമെന്ന് കേട്ടു. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ തരാം. ഇതിൻ്റെ തന്നെ ഒരു റോസ് ലിപ്സ് എന്ന് പറയുന്ന വേറൊരു ഷെയ്ഡ്, ഇതിലൊരു പിങ്ക് ലിപ് ഷെയ്ഡ് അവൈലബിൾ ആണ്. അപ്പോൾ ഓൾറെഡി ലിപ്സിന് പിഗ്മെൻറ്റേഷൻ ഉള്ളവരാണെങ്കിൽ കളേർഡ് അല്ലാത്തത് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അടുത്തത് ഞാൻ ഓൾറെഡി ഈ പ്രൊഡക്റ്റിന് വാങ്ങിയതല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ വെച്ചെന്നേ ഉള്ളൂ. പ്ലമ്മിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്, പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് റൈസ് വാട്ടറിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഞാനിത് കുറേ നാളായിട്ട് യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഇത് കൊണ്ടുവന്നേ ഉള്ളൂ. ഇതും ഞാൻ പറഞ്ഞ പോലെ സിമ്പിളിൻ്റെ മോയ്സ്ചറൈസറിലും കുറച്ചുകൂടി ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളതാണ്. നമ്മൾ നൈറ്റിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിടക്കുവാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൈസിങ് നൽകാനായിട്ട് കുറച്ചുകൂടി നല്ലൊരു പ്രൊഡക്റ്റാണിത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ഓർഡർ ചെയ്ത ഒരു സൺസ്ക്രീനാണ്. കേസൻ ആൻഡ് കോജിക് ആസിഡ് സൺസ്ക്രീനാണിത്. SPF 50 വരുന്ന ഡോക്ടർ ഷീറ്റ്സിൻ്റെ ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ ഇത് എനിക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഞാൻ ഇതിന് മുമ്പ് ഇതിൻ്റെ ജസ്റ്റ് ചെറിയൊരു ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ച് ഓയിലി ആണോ എന്നൊരു ഡൗട്ട്. ഞാൻ അപ്ലൈ ചെയ്തതിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇതിൻ്റെ വലിയ ഒരു പാക്കറ്റ് വാങ്ങി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയാം. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ലിപ് ലൈനറാണ്. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. 04 സ്കാൻഡലസ് ബ്രൗൺ ആണ് മാർസിൻ്റെ. അപ്പോൾ ഈ ഷെയ്ഡ് നിങ്ങൾക്ക് ഇതിൽ കാണിച്ചാൽ മനസ്സിലാവുമെന്നറിയില്ല.
എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഷെയ്ഡ്. കാരണം നമുക്കിപ്പോൾ ഒരു വാഷ് ഔട്ട് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് അതിനെ പാച്ചപ്പ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇത് യൂസ് ചെയ്താൽ മതി. ഇതെനിക്ക് 45-50 ആ ഒരു പൈസയ്ക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് ഒരു മാർസിൻ്റെ സിറ്റി സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു ഐലൈനറാണ്. ഈ ഐലൈനർ ഞാൻ ഓൾറെഡി ഇവിടെ സ്ട്രൈക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ടിപ്പാണ് ഇതിന് വരുന്നത്. പിന്നെ ഇത് നമുക്ക് കുറച്ച് ഹൂഡഡ് ആയിട്ടുള്ള ഐസൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വിങ്സ് വരയ്ക്കാനും കുറച്ച് ചെറിയ ടൈപ്പിൽ ഐലൈനർ വരയ്ക്കാനും ഒക്കെ ബെസ്റ്റ് ആയിരിക്കും ഇത്. ഞാൻ ഇതിൻ്റെ റിവ്യൂ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാവുന്നതാണ്. നെക്സ്റ്റ് എനിക്ക് ഫ്രീ ആയി കിട്ടിയ 3 പ്രോഡക്റ്റ്സാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഇത്രയും പ്രോഡക്റ്റ്സ് വാങ്ങിയപ്പോൾ എനിക്ക് ഗുഡ് വൈബ്സിൻ്റെ ഒരു ബ്രൈറ്റനിങ് ഷീറ്റ് മാസ്ക് റൈസിൻ്റെയും അതുപോലെ തന്നെ ഗുഡ് വൈബ്സിൻ്റെ തന്നെ ഇൻസ്റ്റാഗ്ലോ എന്ന് പറയുന്ന ഒരു ഷീറ്റ് മാസ്ക് ഉപ്താൻ്റെയും കിട്ടി. അപ്പോൾ ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇത് അതുപോലെ തന്നെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് പ്ലമ്മിൻ്റെ നയാസിനമൈഡ് സെറം 10%. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് പറയാം യൂസ് ചെയ്തിട്ട്. ഇത് നല്ലതാണെങ്കിൽ എനിക്ക് റീപർച്ചേസ് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു. ബൈ ഗൈസ്.